പക്ഷെ നമുക്ക് അറിയാം നമ്മുടെ ഏത് താൽക്കാലിക നിയമനവും അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തന്നെയാണ് നടത്തേണ്ടത്. പല സ്ഥലങ്ങളിൽ അങ്ങനെ നടക്കുന്നില്ല അല്ലെങ്കിൽ നടന്നിട്ടില്ല എന്നുള്ള ഒരു സൗകര്യമല്ല. ഇതുപോലെ ഒരു ക്ലാസ്സിൽ ചോദിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ രേഖ അല്ലെങ്കിൽ അതിന്റെ ഒഫീഷ്യൽ ആയിട്ട് ഒരു മറുപടി ചോദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തന്നെ നമ്മൾ HMCയുടെ നിയമനം നടക്കണം. അത് നടത്തേണ്ടത് ഇങ്ങനെയാണ്. ഒരു ക്ലീനിങ് സ്റ്റാഫിന്റെ ആണ് നമുക്ക് അവിടെ നിയമനം നടത്താനുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലാബ് ടെക്നീഷ്യനെയാണ് നിയമനം നടത്താനുള്ളതെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റ് ചോദിക്കുക. അതിനകത്ത് ഇന്റർവ്യൂ നടത്തിയിട്ട് നമുക്ക് നിയമിക്കാം. പിന്നെ ഇന്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് എവിടെയും അങ്ങനെ HMCയുടെ കാര്യത്തിനകത്ത് നിർവഹിച്ച് കണ്ടിട്ടില്ല. ഒരു സെലക്ഷൻ കമ്മിറ്റി വേണം എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ അവരെ നിയമിക്കുമ്പോൾ നമ്മൾക്ക് എന്താണോ PSC നിയമനത്തിന് പറഞ്ഞിട്ടുള്ള യോഗ്യത അത് തന്നെ നമ്മൾ വെക്കണം. ഒരു ലാബ് ടെക്നീഷ്യനെ നിയമിക്കാനായിട്ട് അവർക്ക് സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിരുദമോ അതുപോലെ തന്നെ ബന്ധപ്പെട്ട പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ VHSCക്കാർക്കൊന്നും ചിലപ്പോൾ നിയമനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിർബന്ധമായിട്ടും അവർക്ക് ബന്ധപ്പെട്ട കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ആ കൗൺസിലിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ, അതായത് നമ്മുടെ കേരള മെഡിക്കൽ കൗൺസിൽ, അതായത് പാരാമെഡിക്കൽ കൗൺസിൽ ഉണ്ട്, ഫാർമസി കൗൺസിൽ ഉണ്ട്, നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ ഉണ്ട്, TCMC കേരള മെഡിക്കൽ കൗൺസിലായി. അപ്പോൾ ഈ കൗൺസിലിനകത്ത് അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അവർ എന്തായി കഴിഞ്ഞാലും ഒരു അംഗീകൃത കോഴ്സ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാകുക. അപ്പൊ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ക്ലിയർ ആയി എന്ന് തന്നെ വെക്കാം. അപ്പോൾ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും നോക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ അവർക്ക് കൊടുക്കണം. അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണോ അവരുമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ, അതായത് അവരെ എത്ര കാലത്തേക്കാണ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ, മീൻസ് എപ്പോഴൊക്കെ ഒരു ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. കോൺട്രാക്ടിന് ഒരു മോഡൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മോഡൽ നമ്മുടെ സൈറ്റിനകത്തുണ്ട്. സൈറ്റിനകത്ത് നമ്മുടെ LSD പ്രോജക്ട് എന്നൊരു ഫോൾഡർ ആണെന്ന് തോന്നുന്നു, അതിനകത്തുണ്ട്. അപ്പോ പിന്നെ 179 ഡേയ്സ് ആണ്. ഇപ്പൊ ഞാൻ ഇതിനെ 364 ഡേയ്സ് ഞാൻ പറഞ്ഞു. പക്ഷെ കാരണം ഞാൻ അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ NHM എപ്പോഴും കൊടുക്കുന്ന 364 ഡേയ്സ് ആണ്. പക്ഷെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകാർ പറയുന്നത് 179 ഡേയ്സിലേക്ക് കൂടുതൽ നിയമിക്കാൻ പാടില്ല എന്നുള്ളതുമാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ 179 ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും അവരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഈ ഒന്ന് നമ്മൾക്ക് നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പെർമിഷൻ വേണം. ഒരു ബ്രേക്ക് കൊടുത്തിട്ട് നമ്മൾ നിയമനം നടത്താറുണ്ട്. പക്ഷെ അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാവൂ. അതായത് 179 ഡേയ്സ് ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ വീണ്ടും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് എഴുതി ചോദിക്കാം, നമുക്ക് ഈ ഒരു ആളുടെ സേവനം, നമുക്ക് ആ ഒരു പോസ്റ്റ് ഫില്ലായിട്ടില്ല, അപ്പോൾ ആ പോസ്റ്റ് ഫില്ലാവുന്നതിന് എല്ലാ കാലയളവിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു കാലയളവ് വരെ ഇവരെ വീണ്ടും ചോദിച്ച് അവരുടെ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതേ ആളെ തന്നെ ഒരു 1 ഡേ ബ്രേക്ക് കൊടുത്തിട്ട് നമുക്ക് നിയമിക്കാം. അത് തന്നെ റീസെന്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് കണ്ടത് പരമാവധി 2 ഇയേഴ്സ് വരെ മാത്രമേ അങ്ങനെ നിയമിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം എനിക്ക് തോന്നുന്നത് ആ ഒരു ജോലി തന്നെ ഒരാൾക്ക് ഒരു കുത്തവകാശം പോലെ കിട്ടാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം എന്നാണ് അതിന്റെ മറ്റ് ലോജിക്സ് അറിയില്ല. അതുപോലെ തന്നെ HMCയുടെ തീരുമാനം അതിന് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ കോൺട്രാക്ട് എഴുതുക എന്നുള്ളത് മസ്റ്റ് ആണ്. കാരണം ഈ കോൺട്രാക്ടിനകത്താണ്, കാരണം ഇത് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PSC നിയമനങ്ങൾ പോലെ തന്നെ കോടതിയിലടക്കം എത്താൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഈ ഒരു നിയമനങ്ങൾ. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കുന്നത് 2 കാര്യങ്ങളാണ്. അതിനകത്ത് ഒരു തെറ്റ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിലവിലില്ലാത്തൊരു പോസ്റ്റ്, അതായത് ലാബ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഗാർഡനർ, അങ്ങനെയൊന്നും പോസ്റ്റ് നമ്മുടെ ഇതിനകത്ത് ഇല്ല, നമ്മുടെ ആരോഗ്യ വകുപ്പിനകത്ത് ഇല്ലാത്തതാണ്. അപ്പൊ ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള പോസ്റ്റിലേക്ക് HMC വഴി നിയമിക്കുന്നു. അപ്പൊ എന്ന് മാത്രമല്ല അവർ കാലങ്ങളായിട്ട് അവിടെ തുടരുന്നു. ഒരു 10 വർഷമൊക്കെ ആയതിനു ശേഷം അവർ ചിലപ്പോൾ കോടതിയിൽ പോവുകയാണെങ്കിൽ കോടതി അവരോട് പറയും, കോടതി ചിലപ്പോൾ അനുകമ്പാർഹമായിട്ട് കാണുന്നത് പിന്നെ നമ്മുടെ ഇത്രയും നാള് അവര് അവിടെ ജോലി ചെയ്തു, അവർക്ക് PF-ന് അർഹതയുണ്ട്, അല്ലെങ്കിൽ അവർ സ്ഥിര നിയമനത്തിന് പരിഗണിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ കോടതി എഴുതി വിടാനായിട്ട് ഉള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ആ സമയത്ത് മനുഷ്യാവകാശമായിട്ട് അല്ലെങ്കിൽ അനുകമ്പാർഹമായ കാരണങ്ങളാൽ ചിലപ്പോൾ ആ രീതിയിലെ കോടതി എടുക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങളാണ്. ഒരു ആരോഗ്യവകുപ്പിൽ നിലവിലില്ലാത്ത ഒരു പോസ്റ്റിലേക്ക് കഴിയുന്നതും ആൾക്കാരെ നിയമിക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പോസ്റ്റ് എവിടെയെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാവണമെന്നില്ല. കാരണം ലാബ് ടെക്നീഷ്യൻ പോസ്റ്റ് ഇല്ലാത്തടത്തേക്ക് HMCക്ക് നിയമിക്കാം. പക്ഷെ ലാബ് ടെക്നീഷ്യൻ എന്നുള്ള പോസ്റ്റ് നമ്മൾക്ക് ആരോഗ്യവകുപ്പിലുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് നിയമിക്കാം. പോരാത്തതിന് പരമാവധി 179 ഡേയ്സ് വരെ മാത്രം നിയമിക്കുക. അതും ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തന്നെ നിയമിക്കുക. പിന്നെ
LSTD നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തന്നെ ചെയ്യണം എന്നൊക്കെ മെസ്സേജിനകത്ത് ചോദിക്കുന്നുണ്ട്. നിലവില് ഏറ്റവും അവസാനം ഉള്ള LSTD ഇത് നമ്മൾ LSTD നിയമനത്തെ പറ്റി അല്ല പറയുന്നത്. LSTD നിയമനത്തെ പറ്റിയുള്ള ഏറ്റവും അവസാനത്തെ കത്തിനകത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾ ഇപ്പോൾ തുടരേണ്ട എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകാരെ സമ്മതിക്കില്ല. അവര് പരമാവധി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കണം എന്നുള്ളതാണ് പറയുക. LSTD പ്രൊജക്ടിന്റെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് തോന്നിയ പോലെ നിയമിച്ചിട്ട് ഏതെങ്കിലും ആൾക്ക് നമ്മൾ അവിടെ ശമ്പളം കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇതൊന്ന് വായിച്ചു നോക്കുക. ഞാൻ വെള്ളം കുടിക്കട്ടെ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു ഗ്രേഡ് 2 പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ HMC ഒരാളെ അവർക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും, അല്ലാതിരിക്കും. അപ്പൊ അവരെ നിയമിച്ചു. എന്നിട്ട് നമ്മുടെ ഗ്രേഡ് 2വിന്റെ ട്രഷറിയിൽ നിന്ന് കൊടുക്കേണ്ട ആ ഹെഡിൽ തന്നെ സാലറി മാറിക്കൊടുത്തു. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അഡ്വക്കറ്റ് വ്യവസ്ഥയിലാണ് നിയമിക്കുന്നതെങ്കിൽ ആ നിയമനത്തിന് നമ്മുടെ DMOയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ട്രഷറി ഹെഡ് എന്ന് നമുക്ക് ശമ്പളം മാറിക്കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത രീതിയിൽ HMC നിയമിക്കുകയാണെങ്കിൽ HMCക്ക് വേണമെങ്കിൽ നിയമിക്കാം. പക്ഷെ അത് HMC ഫണ്ടിൽ നിന്നുമായിരിക്കണം പിന്നെ നിയമനം നടത്തേണ്ടത്. അതിൻ്റെതായ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണ് ഏറ്റവും സേഫ്. അതുപോലെ തന്നെ ഇന്റർവ്യൂ നടത്തണം, അപ്പോയിന്റ്മെന്റ് ഓർഡർ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാമ്പ് പേപ്പറിലെ കോൺട്രാക്ട്, ഇതൊക്കെ മസ്റ്റാണ്. പിന്നെ ഇതൊരു ഓഡിറ്റ് ഒബ്ജക്ഷൻ മറ്റൊരു MOയ്ക്ക് വന്നതാണ്. അതായത് ഈ നമ്മുടെ ആശുപത്രി വികസന ഫണ്ട്, അതായത് HMCന്റെ ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ OP ടിക്കറ്റിലുള്ള വരുമാനം, ലാബിൽ നിന്നുള്ള വരുമാനം ഒക്കെയാണ്. എന്തിനെന്ന് കഴിഞ്ഞാൽ മറ്റു രീതിയിൽ സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ അവർക്കൊക്കെ ഇതിനകത്തേക്ക് സംഭാവന നൽകാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ സംഭാവന സ്വീകരിക്കുന്നതിന് തെറ്റില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള റെസീപ്റ്റ് കൊടുക്കണം എന്ന് മാത്രമാണ്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ വേറൊരു കുഴപ്പമൊന്നും വരില്ല. ഫണ്ട് കുറച്ച് കുറയും എന്നുള്ളത് മാത്രം. പിന്നെ മറ്റൊരു കാര്യമാണ് HMCൻ്റെത് നമുക്കറിയാം, നിയമാനുസൃത ഇടവേള എന്ന് പറയുന്നത് 3 മാസത്തിൽ ഒരിക്കലാണ്. 3 മാസത്തിൽ ഒരിക്കൽ HMC യോഗം ചേരാനായിട്ട് ശ്രദ്ധിക്കണം. അതിനകത്ത് പലപ്പോഴും സംഭവിക്കാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പഞ്ചായത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും യോഗം കൃത്യമായിട്ട് ചേരും. പക്ഷേ ഇത് ആശുപത്രിയുടെ കാര്യം അത്ര ശ്രദ്ധിക്കാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അത് ചേരില്ല. അപ്പൊ നമ്മൾ ഒരു MO എന്ന രീതിയിൽ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കത്ത് ഒന്ന് പഞ്ചായത്തിലേക്ക് അയച്ച് ഇടുക. അതായത് 3 മാസമായി ഈ HMC യോഗം ചേർന്നിട്ട് അടുത്ത യോഗം ചേരുന്നതിനുള്ള ഡേറ്റ് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് അയച്ചിടുക, നമ്മുടെ ഫയലിനകത്ത് വെക്കുക. അപ്പോ കുറെ കാലങ്ങളായിട്ട് HMC യോഗം ചേരാത്ത ഒരു സ്ഥലമാണെങ്കിൽ, പലപ്പോഴും സംഭവിക്കാറില്ല, അങ്ങനെ ഒരു സ്ഥലമാണെങ്കിൽ നമുക്കിത് കാണിക്കാൻ പറ്റും, നമ്മൾ അയച്ചിരുന്നു. അതുപോലെ തന്നെ എന്നാൽ അതേസമയം തന്നെ പഞ്ചായത്തിൽ നിന്നും അനുകൂല റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ എടുക്കുന്ന യോഗ തീരുമാനങ്ങൾ, ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. യോഗ തീരുമാനങ്ങൾ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറണം, അത് ഗ്രാമസഭയിൽ വായിക്കണം എന്നൊക്കെ ആണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞ കാര്യമാണ്. ഈ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ഒരു MOയ്ക്ക് വന്നത് കണ്ടപ്പോൾ ആണ് അത് മനസ്സിലായത്. ലാസ്റ്റ് റെഡ് ലൈനിനകത്ത് എഴുതിയിരിക്കുന്നത് നോക്കുക. അതായത് എന്തായി കഴിഞ്ഞാലും നമുക്ക് എന്ത് രീതിയിലുള്ള വരവാണെങ്കിലും അത് തൊട്ടടുത്ത പ്രവൃത്തി ദിവസത്തിന് നമ്മൾ ട്രഷറി കൊടുക്കേണ്ടതാണ്. അതേസമയം തന്നെ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ബാങ്ക് ഒക്കെ ദൂരെയാണെങ്കിൽ പരമാവധി 500 രൂപ വരെ നമുക്ക് കൈവശം സൂക്ഷിക്കാം. 500 രൂപയിൽ കവിയുകയാണെങ്കിൽ പോയിട്ട് അപ്പോൾ തന്നെ ബാങ്കിൽ അടയ്ക്കണം. എന്നാൽ ക്യാഷിന്റെ ഇത് HMC ക്യാഷിന്റെ ആ കാര്യങ്ങൾ നോക്കുമ്പോൾ 500 രൂപയിൽ അധികമായിട്ട് കൈവശം വച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് അടുത്ത പ്രവൃത്തി ദിവസം തന്നെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അടയ്ക്കുക എന്നുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. അതാണ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാൻ ഞാനൊരു ചേർക്കാൻ വിട്ടുപോയ സ്ലൈഡാണ്, മറ്റൊന്നുമല്ല. നമ്മള് ഈ HMC വരവ് ബാങ്കിൽ കൊണ്ടുപോയി അടക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മൾ അതിന്റെ കൗണ്ടർ ഫ്ലോ കിട്ടും. നമ്മൾ പെയിൻ സ്ലിപ്പ് വെച്ചിട്ടാണ് നമ്മളെല്ലാം ബാങ്കിൽ പോയിട്ടുള്ളതെന്ന് നമുക്കറിയാം. നമ്മളൊരു പെയിൻ സ്ലിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ക്യാഷ് അടക്കുന്നത്. അപ്പൊ ക്യാഷ് അവിടെ അടച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു സീൽ ചെയ്തിട്ട് ഒരു കൗണ്ടർ ഫ്ലോയിൽ അതിന്റെ സാധനം ഇങ്ങോട്ട് തരും. അത് നമ്മൾ ഇവിടെ സൂക്ഷിക്കണം. അത് ഒരു ബുക്കിനകത്ത് ഒട്ടിച്ച് ഓരോ ദിവസവും ഒട്ടിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ആ കൗണ്ടർ ഫോയിൽ സൂക്ഷിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും രീതിയിൽ, അതായത് ഇങ്ങനെ ബുക്കിൽ ഒട്ടിച്ചിട്ടോ അല്ലെങ്കിലോ ഏതെങ്കിലും രീതിയിൽ അത് ആ കൗണ്ടർ ഫോയിൽ നമ്മൾ നിർബന്ധമായിട്ടും സൂക്ഷിക്കണം. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് സബ് സെന്ററിന്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ
ആശുപത്രി വികസന സമിതി ഫണ്ട് ഉപയോഗിക്കേണ്ടതല്ല. പക്ഷേ എമർജൻസി ആയിട്ടുള്ളത് നമുക്ക് HMC ഉപയോഗിച്ചിട്ട് സബ് സെന്റർ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാം. പക്ഷെ അത് പിന്നീട് പഞ്ചായത്തിൽ അറിയിച്ചത് റിക്രൂട്ട് ചെയ്യണം. പിന്നെ ഒരു സംഭവം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പം ആരുടെയെങ്കിലും റിക്വസ്റ്റ് വേണം. പക്ഷെ ഇവിടെ സബ് സെന്ററിന്റെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് എഴുതി കൊടുത്തത് സ്റ്റാഫ് നേഴ്സാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ പർച്ചേസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു സെക്ഷനിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ HMCയുടെ കാര്യങ്ങൾ നോക്കുന്ന ക്ലർക്കിനും OAക്കും പ്രതിമാസ ഓണറേറിയം HMCയിൽ നിന്നും അനുവദിച്ച് നൽകാവുന്നതാണ് എന്നുള്ള ഉത്തരവുണ്ട്. ക്ലർക്കിന് 200 രൂപ പ്രതിമാസവും അതുപോലെ തന്നെ OAക്ക് 100 രൂപ പ്രതിമാസവും ഈ തരത്തിൽ ഓണറേറിയം HMCയിൽ നിന്നും അനുവദിച്ച് നൽകാവുന്നതാണ്. ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു ക്ലർക്കും ഒരു OAയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വലിയ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ക്ലർക്കിനായിരിക്കും HMCയുടെ കാര്യങ്ങൾ നോക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുണ്ടാവുക. ആ ക്ലർക്കിനും അതുപോലെ തന്നെ ഒരു OAക്കും ഈ രീതിയിൽ 200 രൂപ പ്രതിമാസം അതുപോലെ തന്നെ 100 രൂപ പ്രതിമാസം എന്നുള്ള രീതിയിൽ ഓണറേറിയം അനുവദിച്ച് നൽകാവുന്നതാണ്. പിന്നെ HMCന്റെ മിനിറ്റ്സ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പലപ്പോഴും അതിന് തുടക്കത്തിൽ എല്ലാവരും സൈൻ ചെയ്യും. പക്ഷെ അത് ക്ലോസ് ചെയ്യുന്ന സ്ഥലത്ത് HMC മിനിറ്റ്സിന്റെ ലാസ്റ്റിൽ ചിലപ്പോൾ സൈൻ ചെയ്യാറില്ല. പക്ഷെ ആ തീരുമാനങ്ങൾ, അതായത് നമ്മളൊന്ന് HMC മിനിറ്റ്സ് എഴുതുന്നത് എങ്ങനെയാണ്, ഒന്ന് അതിന്റെ ഹെഡിങ് എഴുതി ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് ചേർന്ന യോഗം എന്നുള്ളത് എഴുതി. പിന്നെ അത് എപ്പോഴും അശ്വതി തന്നെ ആയിരിക്കണം. രണ്ടാമത്തേത് ആരൊക്കെയാണ് പങ്കെടുത്തത് എന്നുള്ളത് എഴുതി അവരെ ഒപ്പിട്ടു. അതിന്റെ താഴെ ഡിസ്കഷൻ എഴുതിയ ശേഷം ഏറ്റവും അവസാനം യോഗ തീരുമാനങ്ങൾ എന്നുള്ളത് പ്രത്യേകം എഴുതി ചേർക്കണം. അതിന്റെ താഴെ ആ HMCയുടെ ചെയർമാൻ, അതായത് നമ്മുടെ LSD പ്രസിഡന്റ്, അതുപോലെ തന്നെ കൺവീനർ ആയിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ മെഡിക്കൽ ഓഫീസർ സൈൻ ചെയ്യേണ്ടതാണ്. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് HMCയിൽ നിന്ന് എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളത്. അത് അങ്ങനെ ഒരു വലിയ ഡിസ്കഷനകത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇതെല്ലാം HMCയുടെ ഉത്തരവിനകത്ത്, HMCയുടെ ഒരു ഗസറ്റ് ആണ്. ആ ഗസറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള ഏത് കാര്യങ്ങളും ചെയ്യാം. ഈ PDF അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ലിങ്ക് വഴി അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ HMCയുടെ കാര്യം ഇവിടെ നിർത്തുകയാണ്. HMCയിൽ നിന്ന് നമ്മൾ അടുത്തതായിട്ട് പർച്ചേസും അതുപോലെ തന്നെ വൗച്ചേഴ്സും അങ്ങനെയുള്ള കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് ഒരു അവസാനത്തെ തൊട്ട് മുന്നത്തെ സെഷൻ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ പർച്ചേസിന്റെ കാര്യത്തിനകത്ത് നേരത്തെ തന്നെ പർച്ചേസിന്റെ ഒരു ക്ലാസ് KGMക്ക് വേണ്ടി തന്നെ കണ്ടക്ട് ചെയ്തതാണ്. എങ്ങനെയാണ് ഒരു നമ്മളെ പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ച് ഫോളോ ചെയ്തുകൊണ്ട് പർച്ചേസ് നടത്താം എന്നുള്ളത് നമ്മുടെ KGM സൈറ്റിനകത്തുണ്ട്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പൊ എങ്ങനെയാണ്, എത്രയാണ് കൊട്ടേഷൻ ലിമിറ്റ്, എത്രയാണ് ടെൻഡർ ലിമിറ്റ് എന്നുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇവിടെ പോകുന്നില്ല. കാരണം അതൊക്കെ അതിനകത്ത് എക്സ്പ്ലെയിൻഡ് ആണ്. നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് നടത്തിയതിനു ശേഷം നമ്മൾ വൗച്ചേഴ്സ് സൂക്ഷിക്കുമ്പോൾ ഓരോ ഏപ്രിൽ മാസവും ഓരോ ആദ്യത്തെ നമ്പർ എന്നുള്ള രീതിയിലാണ് ക്യാഷ് ബുക്കിനകത്ത് കാണിക്കേണ്ടത്. അതായത് ഈ വർഷം 24-25 ഏപ്രിലിന് ശേഷം വരുന്നിട്ടുള്ള ആദ്യത്തെ വൗച്ചർ എന്നുള്ളത് വൗച്ചർ നമ്പർ 1 ആയിട്ടും അങ്ങനെ അത് തുറന്നു കൊണ്ടുപോകണം. പിന്നെ ക്യാഷ് ബുക്ക് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതിന് DHSന്റെ സർക്കുലർ ഉണ്ട്. ആ സർക്കുലർ നമ്മുടെ ഈ സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഈ രീതിയിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ വൗച്ചർ സൂക്ഷിക്കാത്തത് കൊണ്ട് വന്ന ഒരു ഓഡിറ്റ് റിജക്ഷൻ ആണ് ഇത്. ഈ വൗച്ചർ നമ്പർ 1, 2, 3 എന്നുള്ള രീതിയിൽ നമ്മൾ സൂക്ഷിക്കുക. അതേസമയം തന്നെ ആ വൗച്ചർ നമ്പർ തന്നെ നമ്മുടെ അത് 1, 2, 3 എന്ന് പറയുന്നത് 1/24/25 ആണ്. 2/24/25 അങ്ങനെ തുടർന്ന് പോവുക. അത് തന്നെ നമ്മൾ ക്യാഷ് ബുക്കിനകത്ത് കൊണ്ടുവരുത്തുക. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് ഈ ലിങ്കിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല. നമ്മൾ പർച്ചേസ് നടത്തി എന്ന് അസ്യൂം ചെയ്തിട്ട് അതിനുശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ വൗച്ചേഴ്സ് സൂക്ഷിക്കുന്ന കാര്യം പറഞ്ഞു. വൗച്ചേഴ്സ് സൂക്ഷിക്കുമ്പോൾ നമ്പറുകൾ എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഒരു വൗച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും ആ ഒരു ബില്ല് മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് വരികയുള്ളൂ. അത് മാത്രം പോരാ. കാരണം നമ്മൾ ഇവിടെ ഇതെല്ലാം നടത്തിയിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി അതിനുശേഷമാണ് ഓഡിറ്റ് വരുന്നത്. അപ്പൊ ആ പർച്ചേസ് അല്ലെങ്കിൽ ആ ഒരു പേയ്മെന്റ് എന്തിനു വേണ്ടി നടത്തി എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം, ആ ഒരു കെട്ട് സാധനം അവിടെ ഉണ്ടായിരിക്കണം. ആ കെട്ടിനകത്തുള്ള ആദ്യത്തെ, അതായത് ഇപ്പൊ ഒരു സിംഗിൾ ഒരു 500 രൂപയുടെ ഒരു പേയ്മെന്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു 10,000 രൂപയുടെ പേയ്മെന്റ് ആയിക്കോട്ടെ പെട്ടെന്ന് എളുപ്പത്തിന്. അപ്പൊ അതാണെങ്കിൽ പോലും അതിനൊരു ഒരു 8 സാധനങ്ങളെങ്കിലും ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും. ഒന്നാമത്തേതായിട്ട് ഒരു റിക്വസ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാധനം OPയിലേക്ക് ഒരു സാധനം വാങ്ങിക്കാനാണെങ്കിൽ ബന്ധപ്പെട്ട നഴ്സിംഗ് ഓഫീസറിന്റെ റിക്വസ്റ്റ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ